So, Enphase Micro Inverters നമുക്ക് ഫ്യൂച്ചർ പ്രൂഫാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഒരു 330 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 350 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു 400 വാട്ട്സിൻ്റെ ഒരു 2-3 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5-6 വർഷം മുമ്പ് സോളാർ വെച്ചിട്ടുണ്ട്. അപ്പം ആ പാനൽസും കൂട്ടിയിട്ട് നമുക്ക് ഓൺ ഗ്രിഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പാനൽസ് എത്ര വേണോ അത്രമാത്രം ആഡ് ചെയ്താൽ മതി. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പാനൽസിന് ഇപ്പോൾ നമുക്ക് ഒരു 330 വാട്ട്സിൻ്റെ പാനൽസ് ഉണ്ടെങ്കിൽ നമുക്ക് IQ7+ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5 കിലോവാട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു 3 കിലോവാട്ട് നിങ്ങൾക്ക് ചെയ്യണം. നമ്മുടെ വീട്ടിലൊരു 3 നമ്പേഴ്സ് ഓഫ് 330 വാട്ട്സിൻ്റെ പാനൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 330 വാട്ട്സിൻ്റെ പാനൽസ് IQ7+ ആയിട്ട് കണക്ട് ചെയ്യുക. ബാക്കി ഒരു 3 or 4 പാനൽസ് മേടിച്ചാൽ മതി. അപ്പം IQ7A വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങളൊരു 5 കിലോവാട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, IQ7A വെച്ചിട്ട് നിങ്ങളൊരു 5 കിലോവാട്ട് വെച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് 8 കിലോവാട്ട് ആക്കി മാറ്റണം. നാളെ ചിലപ്പം IQ8 ആയിരിക്കും വരുന്നത്, 8+ അല്ലെങ്കിൽ 8X ഏതെങ്കിലും വേരിയൻ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, പാനൽസും ഇൻവേർട്ടേഴ്സും ആഡ് ചെയ്താൽ മതി. അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എത്ര ഇൻവേർട്ടേഴ്സും എത്ര പാനൽസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും എൻഫേസിൽ. വേറെ നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടറിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്.